ഗോലോകനാഥം നതപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂനും ജ്ഞാനാവിഭൂഷ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം നമാമി കൃഷ്ണം കരുണാപയോധിം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ അഷ്ടാപഞ്ചാശത്തമോധ്യായഃ 58-ാമത്തെ അധ്യായമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. 58-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ 5 വിവാഹങ്ങളാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതായത് കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ ഇവരുമായുള്ള വിവാഹങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ 3 വിവാഹങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യമായി രുക്മിണിയെ, പിന്നെ ജാമ്പവതി, പിന്നെ സത്യവതി. ഇന്ന് കാളിന്തിയെ കാണുന്നത് വരെയുള്ള ഭാഗമാണ് ഇന്ന് പഠിക്കേണ്ടത്. വിവാഹമൊന്നും ആകുന്നില്ല, കാളിന്തിയെ കാണുന്നത് വരെ. ഇപ്പോൾ ഈ അധ്യായത്തിലാണ് ഇത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 1 മുതൽ 19 വരെയുള്ള ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു ദിവസം കൃഷ്ണൻ പാണ്ഡവരെ കാണാനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാദവന്മാരും ആയി പോയി. അപ്പോൾ പാണ്ഡവന്മാർ ഇവരെ യഥോചിതം സ്വീകരിച്ചു, എല്ലാവരുമായിട്ട് സംസാരിച്ചു, കുന്തി ആലിംഗനം ചെയ്തു. അപ്പോൾ കൃഷ്ണനെ എല്ലാവരും അവരുടെ രക്ഷകനായിട്ടും എല്ലാവരിലും ഇരിക്കുന്ന ആത്മാവായിട്ടും തന്നെയാണ് കരുതിയിരിക്കുന്നത്. അവരുടെ അഭ്യർത്ഥന പ്രകാരം 4 മാസം കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചു. ഒരു ദിവസം കൃഷ്ണനും അർജുനനും രഥത്തിൽ കയറി നായാട്ടിനായി പോയി. അപ്പോൾ നായാടി പിടിച്ച മൃഗങ്ങളെയെല്ലാം യുധിഷ്ഠിരന്റെ യാഗത്തിനു വേണ്ടി ഭൃത്യന്മാർ വഴി കൊടുത്തയച്ചു. എന്നിട്ട് അവർ യമുനാ തീരത്ത് കുളിച്ച് കൈകാലൊക്കെ കഴുകി കുളിച്ച് അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചു. എന്നിട്ട് ക്ഷീണം തീർക്കാനായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ആ നദീതീരത്തുകൂടെ ഒരു സുന്ദരിയായ സ്ത്രീ സഞ്ചരിക്കുന്നത് കണ്ടു. അപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, നീ ചെന്ന് അന്വേഷിക്കാതെ ആരാണെന്ന്. അപ്പോൾ അർജുനൻ ചെന്ന് ചോദിച്ചു, സുന്ദരി, അവിടുന്ന് ആരാണ്? മനുഷ്യനാണോ ദേവസ്ത്രീയാണോ? എന്തിനിവിടെ വന്നു? ആരുടെ മകളാണ്? എന്താണ് ഉദ്ദേശം? വിവാഹം കഴിക്കാൻ ഭർത്താവിനെ അന്വേഷിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകോവാച ഏകദാ പാണ്ഡവാൻ ദ്രഷ്ടും പ്രതീതാൻ പുരുഷോത്തമഃ ഇന്ദ്രപ്രസ്ഥം ഗത ശ്രീമാൻ യൂധാനാദിഭിർവൃതാം. ഏകദ ഒരിക്കൽ പാണ്ഡവാൻ ദ്രഷ്ടും ശ്രീമാൻ പുരുഷോത്തമഃ, ശ്രീമാനായ പുരുഷോത്തമഃ ശ്രീകൃഷ്ണൻ പാണ്ഡവാൻ ദ്രഷ്ടും പാണ്ഡവരെ കാണാനായിക്കൊണ്ട്. എങ്ങനെയുള്ള പാണ്ഡവർ? പ്രതീതാൻ പുനർലഭിക്കപ്പെട്ട പാണ്ഡവർ. അതായത് അവർ നേരത്തെ അരക്കില്ലത്തിൽ മരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇതാ അവര് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ അവരെ മരിച്ചിട്ട് വീണ്ടും കിട്ടിയതുപോലെ അങ്ങനെയുള്ള പാണ്ഡവരെ കാണുവാനായിട്ട് യുയുധാനാദിഭിഹി, യുയുധാന് എന്ന് പറഞ്ഞ സാത്യകി മുതലായവരാൽ, സാത്യകി പിന്നെ മറ്റു യാദവന്മാരുമായി വൃത ചുറ്റപ്പെട്ടവനായി ഇന്ദ്രപ്രസ്ഥത്തെ ഗതഹ പ്രാപിച്ചു. അപ്പൊ പാണ്ഡവരെ കാണാനായി കൃഷ്ണനും കുറെ യാദവന്മാരുമായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു. ഏകദാ പാണ്ഡവാൻ ദ്രഷ്ടും പ്രതീതാൻ പുരുഷോത്തമഃ ഇന്ദ്രപ്രസ്ഥം ഗത ശ്രീമാൻ യൂധാനാദിഭിർവൃതാം. ശ്ലോകം 2. ദൃഷ്ട്വാ തമാഗതം പാർത്ഥ മുകുന്ദ അഖിലേശ്വരം ഉത്തസ്തുർ യുഗപദ്വീര പ്രാണാമുഖ ഇവാഗതം. ആഗത
ദൃഷ്ട്വാ തം ആഗതം പാർത്ഥ മുകുന്ദം അഖിലേശ്വര. ആഗതം ആഗമിച്ചവനും അഖിലേശ്വര എല്ലാ ലോകത്തിന്റെയും ഈശ്വരനുമായ മുകുന്ദ. മുക്തിദദാതി ഇതി മുകുന്ദ മുക്തി പ്രദാനം ചെയ്യുന്നവനുമായ തം അവനെ കൃഷ്ണനെ ദൃഷ്ടുവ കണ്ടിട്ട്, ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയപ്പോൾ കൃഷ്ണനെ കണ്ടിട്ട് വീരാഹ വീരന്മാരായ പാർത്ഥാഹ പാർത്ഥന്മാർ. പാർത്ഥന്മാർ എന്ന് പറഞ്ഞാൽ പൃഥയുടെ പുത്രന്മാർ, പാണ്ഡവന്മാർ, കുന്തിപുത്രന്മാർ. ആഗത ആഗമിച്ചിരിക്കുന്ന മുഖ്യപ്രാണനെ ദൃഷ്ടുവ കണ്ടിട്ട് പ്രാണാഹ ഇവ ഇന്ദ്രിയങ്ങൾ എന്ന പോലെ യുഗപത് ഏകകാലത്തിൽ ഉദസ്തു ഉത്ഥാനം ചെയ്തു. അപ്പോ പ്രാണൻ വെളിയിൽ പോയിട്ട് പെട്ടെന്ന് പ്രാണൻ വരുമ്പോൾ ഇന്ദ്രിയങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കുന്നതുപോലെ കൃഷ്ണനെ കണ്ടതും പാണ്ഡവരെല്ലാം ചാടി എണീറ്റു. അതായത് ഇന്ദ്രിയങ്ങളെ അതത് വിഷയങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന മുഖ്യപ്രാണനാണ് കൃഷ്ണൻ എന്ന് കാണിക്കുകയാണ്. ഓരോ ലോകത്തിൽ വ്യാപാരം നടക്കണമെങ്കിലും അതിൽ ഒരു ശക്തി വേണം, ആത്മാവ്, അല്ലെങ്കിൽ ആ ശക്തി വിശേഷമാണ് കൃഷ്ണൻ. അപ്പൊ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാൻ മുഖ്യപ്രാണൻ വേണം. അതുപോലെ കൃഷ്ണൻ വന്നപ്പോൾ ഇവരെല്ലാം ചാടി എണീറ്റു. ഉത്ഥാനം ചെയ്തു, എണീറ്റു. ദൃഷ്ട്വാ തമാഗതം പാർത്ഥ മുകുന്ദമഖിലേശ്വരം ഉത്തസ്തുർയുഗപദ്വീര പ്രാണ മുഖ്യം ഇവാഗതം. ശ്ലോകം 3. പരിഷജ്യാച്യുതം വീര അംഗസംഗഹതേന സാനുരാഗസ്മിതം വക്ത്രം വീക്ഷ്യതസ്യ മുദം യയോ. പരിഷജ്യ അച്യുതം വീര. വീരാഹ വീരന്മാർ അച്യുതം കൃഷ്ണനെ പരിഷജ്യ ആലിംഗനം ചെയ്തിട്ട്, പാണ്ഡവരെല്ലാം ഓടി വന്ന് ആലിംഗനം ചെയ്തിട്ട് അംഗസംഗ ഹത ഏനസഹ അംഗസംഗം ശരീരത്തോടുള്ള ചേർച്ച നിമിത്തം ഹത ഏനസ എന്ന് വെച്ചാൽ പാപം തീർന്നവനായിട്ട്, അതായത് ഭഗവാൻ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ അവരുടെ പാപമെല്ലാം തീർന്നു. അതാണ് അംഗസംഗ ഹത ഏനസഹ. ശരീരത്തോടുള്ള ചേർച്ച നിമിത്തം പാപങ്ങളെല്ലാം നശിച്ചവരായിട്ട്. സാ അനുരാഗസ്മിതം അനുരാഗത്തോടുകൂടിയ മന്ദഹാസ സഹിതമായ തസ്യവക്ത്രം അവന്റെ മുഖത്തെ വീക്ഷ്യ കണ്ടിട്ട് മുദം സന്തോഷത്തെ യയു പ്രാപിച്ചു. അപ്പൊ വീരന്മാരായ പാണ്ഡവന്മാർ കൃഷ്ണനെ കണ്ട ഉടനെ തന്നെ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്തു. ഭഗവാന്റെ ദേഹസ്പർശ നിമിത്തം അവർക്കുണ്ടായിരുന്ന ദുഃഖമെല്ലാം മാറി. ഭഗവാൻ അതിന്റെ മന്ദഹാസം മതി അവരുടെ ദുഃഖമെല്ലാം മാറാൻ. അങ്ങനെ മന്ദഹാസത്താൽ പ്രകാശിക്കുന്ന കൃഷ്ണന്റെ ആ മുഖാരവിന്ദം കണ്ട് എല്ലാവരും ആനന്ദഭരിതരായി ഭവിച്ചു. പരിഷജ്യാച്യുതം വീര അംഗസംഗഹതേന സഹ സാനുരാഗസ്മിതം വക്ത്രം വീക്ഷ്യതസ്യ മുദം യയോ. ശ്ലോകം 4. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഫാൽഗുണം പരിരഭ്യാത യമാഭ്യാം ചാഭിവന്ദിതഃ. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദ അഭിവന്ദനം. യുധിഷ്ഠിരന്റെയും ഭീമന്റെയും പാദാഭിവന്ദനം, പാദവന്ദനത്തെ ചെയ്തിട്ട് ഫാൽഗുണം അർജുനനെ പരിരഭ്യ ആലിംഗനം ചെയ്തിട്ട് അതാന്തരം യമാഭ്യാം നകുല സഹദേവന്മാർ അഭിവന്ദിതാച്ച അഭിവന്ദിക്കപ്പെടുകയും ചെയ്തു. ഇപ്പൊ ധർമ്മപുത്രരും ഭീമനും കൃഷ്ണന്റെ ജ്യേഷ്ഠന്മാരാണ്. അപ്പൊ ലോക രീതി അനുസരിച്ച് കൃഷ്ണൻ എന്ത് ചെയ്തു? അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഇനി കൃഷ്ണനും അർജുനനും ഏകദേശം ഒരേ വയസ്സാണ്. അപ്പൊ അവര് ആലിംഗനം ചെയ്തു. നകുലനും സഹദേവനും കൃഷ്ണനേക്കാൾ ഇളയതാണ്. അതുകൊണ്ട്
കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഫാൽഗുണം പരിരഭ്യാത യമാഭ്യാം ചാഭിവന്ദിതഃ. ശ്ലോകം 5. പരമാസനാസീനം കൃഷ്ണ കൃഷ്ണം അനിന്ദിത നവോഢാവ്രീഡിത കിഞ്ചിത് ശനൈർ ഏത്യാ അഭ്യവന്ദത. പരമ ആസന ആസീനം കൃഷ്ണം അനിന്ദിത നവോഢ എന്ന് വെച്ചാൽ നവവധു. ഇപ്പൊ പാഞ്ചാലിയെ വിവാഹം ചെയ്തിട്ട് അധികം ദിവസം ആയില്ല. അപ്പൊ നവവധുവും അനിന്ദിത ഗുണങ്ങൾ തികഞ്ഞവളുമായ കൃഷ്ണ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം, കൃഷ്ണഹ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം. അപ്പൊ ഇവിടെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ പാഞ്ചാലിയാണ്. പാഞ്ചാലിയുടെ പേര് കൃഷ്ണ എന്നാണ്. പാഞ്ചാലി കിഞ്ചിത് അല്പം പ്രീഡിത ലജ്ജയുള്ളവളായി ശനൈ മെല്ലെ ഏഭ്യ പ്രാപിച്ചിട്ട് പരമാസനെ ഉത്കൃഷ്ടമായ ആസനത്തിൽ ആസീനമിരിക്കുന്ന കൃഷ്ണനെ അഭിവന്ദിച്ചു. അപ്പോ നവവധുവാണ് പാഞ്ചാലി. അതുകൊണ്ട് അല്പം ഒരു ലജ്ജയോടുകൂടി അവിടെ ആസനത്തിലിരിക്കുന്ന കൃഷ്ണനെ ചെന്ന് വന്ദിച്ചു പാഞ്ചാലി. പരമാസനാസീനം കൃഷ്ണമനിന്ദിത നവോഢാവ്രീഡിത കിഞ്ചിത് ശനൈർയേത്യ അഭ്യവന്ദത. ശ്ലോകം 6. തഥൈവ സാത്വികീ പാർത്ഥൈ പൂജിതച്ചാഭിവന്ദിതഃ നിഷസാദ ആസനേന്യേ ച പൂജിത പര്യുപാസത. അഥ ഏവ സാത്വികീഃ പാർത്ഥൈഃ പൂജിതഃ ചാഭിവന്ദിതഃ നിഷാദ ആസനെ അന്യേ ച പൂജിതാഃ പര്യുപാസത. തഥൈവ പ്രകാരം തന്നെ സാത്വികി പാർത്ഥന്മാരാൽ പൂജിക്കപ്പെട്ടു. അപ്പൊ സാത്വികയും കൂടെ കൃഷ്ണന്റെ കൂടെ പോയി. അപ്പൊ സാത്വികയും പൂജിച്ചു. അഭിവന്ദിക്കപ്പെട്ടവനുമായി ആസനെ പീഠത്തിൽ നിഷസാദ ഇരുന്നു. അപ്പൊ സാത്വികയും പൂജിക്കപ്പെട്ടവനായി അവിടെ ആസനത്തിൽ ഇരുന്നു. തഥൈവ സാത്വികീ പാർത്ഥൈ പൂജിതച്ചാഭിവന്ദിത നിഷസാദാസനേന്യേ പൂജിത പര്യുപാസത. ശ്ലോകം 7. സമാഗത്യ കൃത അഭിവാദന സ്തയാദിഹാർദ്ര ദൃശാഭിരംഭിത ആപൃഷ്ടവാംസ്താം കുശലം സഹസ്നുഷാം പിതൃശ്വസാരം പരിപൃഷ്ടബാന്ധവഃ. പൃഥാം സമാഗത്യ, പൃഥ എന്ന് വെച്ചാൽ കുന്തിയെ, പൃഥാം എന്ന് വെച്ചാൽ കുന്തിയെ പ്രാപിച്ചിട്ട് കൃത അഭിവാദന, കുന്തിയെ അഭിവന്ദനം ചെയ്തു, നമസ്കരിച്ചു. ആർദ്ര ദൃശ, അതിസ്നേഹ നിമിത്തം ആർദ്രദൃശം, കണ്ണിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന തയാൽ, അവളാൽ. അപ്പൊ കുന്തിക്ക് കൃഷ്ണനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. സന്തോഷം കൊണ്ട് കണ്ണുനീര് നിറഞ്ഞ ആ കുന്തി അവളാൽ അരിരംഭിതക, ആലിംഗനം ചെയ്യപ്പെട്ടവനും. കുന്തിയുടെ സഹോദരന്റെ മകനാണ് കൃഷ്ണൻ, വസുദേവരുടെ മകൻ. അപ്പൊ കുന്തിയുടെ സഹോദരനാണ് വസുദേവൻ. അപ്പൊ അങ്ങനെ തന്റെ മകന് തുല്യമാണ്. അപ്പൊ ആലിംഗനം ചെയ്യപ്പെട്ടവനും പരിപൃഷ്ട ബാന്ധവക, ചോദിക്കപ്പെട്ട ബന്ധുക്കളോട് കൂടിയവനുമായിട്ട്. അതായത് കുന്തി കുശലം ചോദിച്ചു, ബന്ധുക്കളുടെ കാര്യം, വസുദേവന്റെയും ദേവകിയുടെയും മറ്റു ബന്ധുക്കളുടെയൊക്കെ കുശലം ചോദിച്ചു. അതാണ് പരിപൃഷ്ട ബാന്ധവക, ചോദിക്കപ്പെട്ട ബന്ധുക്കളെ പറ്റിയൊക്കെ അന്വേഷിച്ചു. സഹസ്നുഷ, പുത്ര ഭാര്യയോടുകൂടിയ താം പിതൃശ്വസാരം, ആ പിതൃ ഭഗിനിയോട്
പാഞ്ചാലിയും കുന്തിയുടെ പിന്നിലുണ്ട്. കുശലം സൗഖ്യത്തെ അപൃഷ്ടവാൻ ചോദിച്ചു. അപ്പൊ കൃഷ്ണൻ കുന്തി ദേവിയോട് കുശല പ്രശ്നം ചെയ്തു. അപ്പൊ കുന്തി കാര്യങ്ങൾ ചോദിച്ചു. ആ പിതൃഭഗിനിയോട്, പിതൃശ്വസാരം പിതാവിന്റെ സഹോദരിയോട് കുശലം സൗഖ്യത്തെ ആപൃഷ്ടവാൻ, കൃഷ്ണനും സൗഖ്യത്തെ ചോദിച്ചു. പ്രതാം സമാഗത്യ കൃതാഭിവാദന സ്തയാധികാർദ്ര ദൃശാഭിരംഭിത ആപൃഷ്ടവാംസ്താം കുശലം സഹസ്നുഷാം പിതൃശ്വസാരം പരിവിഷ്ടബാന്ധവഃ. ശ്ലോകം 8. തമാഹ പ്രേമ വൈക്ലവ്യ രുദ്ധകണ്ഠാശ്രുലോചന സ്മരന്തീതാൻ ബഹൂൻ ക്ലേശാൻ ക്ലേശാപായ ആത്മദർശനം. തം ആഹ പ്രേമ വൈക്ലവ്യ രുദ്ധകണ്ഠ അശ്രുലോചന. പ്രേമ വൈക്ലവ്യ രുദ്ധകണ്ഠ, പ്രേമം നിമിത്തമുള്ള പാരവശ്യത്താൽ തടസ്സപ്പെട്ട കണ്ഠത്തോടു കൂടിയവളും. അപ്പോൾ പ്രേമം നിമിത്തം കണ്ണിൽ വെള്ളമൊക്കെ നിറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. അപ്പോൾ തടയപ്പെട്ട കണ്ഠത്തോടു കൂടിയവളും അശ്രുലോചന, കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോട് കൂടിയവളും ബഹൂൻ അനേകങ്ങളായ താൻ ക്ലേശാൻ ആ ദുഃഖങ്ങളെ സ്മരന്തി ഓർക്കുന്നവളുമായ ക്ലേശ അപായാത്മദർശനം ദുഃഖനാശത്തിനായുള്ള ആത്മാവിനെ ദർശിപ്പിക്കുന്ന തം അവനോട് ആഹ പറഞ്ഞു. അതായത് പ്രണതക്ലേശനാശായ ഗോവിന്ദനാണ്, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവനാണ്, അല്ലെങ്കിൽ ഹരിയാണ്, ദുഃഖങ്ങളെ ഹരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഭഗവാനെ കണ്ടപ്പോൾ കുന്തിക്ക് ശബ്ദം ഇങ്ങോട്ട് വരുന്നില്ല. കണ്ണുനീരൊക്കെ നിറഞ്ഞ് ദുഃഖനാശനത്തിനായുള്ള ആത്മാവിനെ ദർശിപ്പിക്കുന്ന ആ കൃഷ്ണനോട് ആഹ പറഞ്ഞു. കുന്തി ദേവി ഇങ്ങനെ പറഞ്ഞു. തമാഹ പ്രേമ വൈക്ലവ്യ യുദ്ധകണ്ഠാശ്രുലോചന സ്മരന്തി താൻ ബഹൂൻ ക്ലേശാൻ ക്ലേശാപായ ആത്മദർശനം. ശ്ലോകം 9. തദൈവ കുശലം നോഭൂത് സനാഥാസ്തേ കൃതാവയം ജ്ഞാതീന സ്മരതാ കൃഷ്ണ പ്രാതാമേ പ്രേഷിതസ്ത്വയാ. തദ ഏവ കുശലം നഃ അഭൂത് സനാഥാഃ സ്തേ തേ കൃതാ വയം ജ്ഞാതീൻ നഃ സ്മരത കൃഷ്ണ പ്രാതാമേ പ്രേഷിതസ്ത്വയാ. കൃഷ്ണ, ഹേ കൃഷ്ണ, ജ്ഞാതീൻ ബന്ധുക്കളായ നഃ ഞങ്ങളെ സ്മരത ഓർക്കുന്ന തയാ നിന്നാൽ മേ എന്റെ പ്രാതാവ് അക്രൂരൻ പ്രേക്ഷിത അയക്കപ്പെട്ട തായേവ അപ്പോൾ തന്നെ നഹ ഞങ്ങൾക്ക് കുശലം സൗഖ്യം അഭൂത് ഭവിച്ചു. അതായത് നേരത്തെ ഭഗവാൻ അക്രൂരനെ പറഞ്ഞയച്ചിരുന്നല്ലോ പാണ്ഡവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ. അപ്പോ എന്റെ സഹോദരനായ അക്രൂരൻ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുഃഖം തീർന്നു. അപ്പോൾ തന്നെ മനസ്സിലായി നീ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന്, ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ നീ അക്രൂരനെ പറഞ്ഞയച്ചല്ലോ. തഥായവ അപ്പോൾ തന്നെ നഹ ഞങ്ങൾക്ക് കുശലം സൗഖ്യം അഭൂത് ഭവിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി. വയം ഞങ്ങൾ തേ നിന്നാൽ നാഥനോട് കൂടിയവരായിട്ട് കൃതാ ചെയ്യപ്പെട്ടു. അപ്പം ഞങ്ങൾക്ക് ആരുമില്ലാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് നാഥനുണ്ട് എന്ന് മനസ്സിലായി. തദൈവ കുശലം നോഭൂത് സനാഥസ്തേ കൃതാവയം ജ്ഞാതീന്ന സ്മരതാ കൃഷ്ണ പ്രാതാമേ പ്രേഷിതത്വയാ. ശ്ലോകം 10. നതേസ്തി സ്വപരഭ്രാന്തിർ വിശ്വസ്യ സുഹൃദാത്മനാ തഥാപി സ്മരതാം ചശ്വ ക്ലേശാൻ ഹംസി ഹൃദി സ്ഥിത. എന്നിട്ട് കുന്തി കൃഷ്ണനെ സ്തുതിക്കുകയാണ്. നതേസ്തി സ്വപരഭ്രാന്തിർ വിശ്വസ്യ സുഹൃദാത്മന. വിശ്വസ്യ ലോകത്തിന്റെ സുഹൃദാത്മന സുഹൃത്തായും ആത്മാവായിരിക്കുന്ന തേ നിനക്ക് സ്വപരഭ്രാന്തിഭിർ തന്റേത് അന്യന്റേത് എന്നുള്ള ഭ്രമം
ന അസ്തി ഇല്ല. അപ്പൊ നിനക്ക് എല്ലാ പേരും ഒരുപോലെ തന്നെയാണ്. തഥാപി എങ്കിലും സ്മരത സ്മരിക്കുന്നവരുടെ കൃതി മനസ്സിൽ ശശ്വത് സ്ഥിതാസൻ എപ്പോഴും സ്ഥിതി ചെയ്യുന്നവനായിട്ട് ക്ലേശാൻ ഹംസി ദുഃഖങ്ങളെ ഹനിക്കുന്നു. അപ്പൊ ഭഗവാൻ എല്ലാവരുടെയും ദുഃഖങ്ങളെ ഹനിക്കുന്നു. എന്റേതെന്നും നിന്റേതെന്നുള്ള വിചാരമൊന്നും ഭഗവാനില്ല. എങ്കിലും സ്മരിക്കുന്ന മാത്രത്തിൽ സ്മരിക്കുന്നവരുടെ മനസ്സിൽ എപ്പോഴും സ്ഥിതി ചെയ്ത് അവരുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നു. നതേസ്തി സ്വപരഭ്രാന്തി വിശ്വസ്യ സുഹൃദാത്മന തഥാപി സ്മരതാം ശശ്വത് ക്ലേശാൻ ഹംസി ഹൃദയസ്ഥിതാം. ശ്ലോകം 11. ശ്ലോകം 11. യുധിഷ്ഠിരോവാച കിം നാചരിതം ശ്രേയോ ന വേദാഹമധീശ്വര യോഗേശ്വരാണാം ദുർദശോ എന്നോ ദൃഷ്ട കുമേധസാം. കിം ന ആചരിതം ശ്രേയഃ ന വേദാഹം അധീശ്വര യോഗേശ്വരാണാം ദുർദശഃ യജ്ഞഃ ദൃഷ്ടഃ കുമേധസാം. അധീശ്വര ഹേ സർവേശ്വര നഹ ഞങ്ങളാൽ കിം ശ്രേയഃ എന്തൊരു ശ്രേയസ് ആചരിതം ആചരിക്കപ്പെട്ടുവോ അഹം ഞാൻ ന വേദ അറിയുന്നില്ല. അപ്പൊ ഞങ്ങൾ എന്തോന്ന് പുണ്യമാണ് ചെയ്തത്, കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ എന്തോന്ന് പുണ്യമാണ് ആചരിച്ചത്. കാരണം എന്താണ്, മഹായോഗികൾ പോലും ധ്യാനാവസ്ഥ അവർക്ക് ലഭിക്കാത്ത ആ ഭഗവാന്റെ ദർശനം ഞങ്ങൾക്കിതാ പ്രത്യക്ഷമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ യോഗേശ്വരന്മാർക്കും ദുർദശ കാണാൻ സാധിക്കാത്തവനായ ത്വം അങ്ങേ സുമേധസ ബുദ്ധിയില്ലാത്തവരായ നഖ ഞങ്ങളാൽ ദൃഷ്ട കാണപ്പെട്ടു. അപ്പോൾ യോഗേശ്വരന്മാർ വളരെ പ്രയാസപ്പെട്ട് ധ്യാനാവസ്ഥയിൽ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് പോലും ദൃശ്യനല്ലാത്ത അങ്ങേ ഇതാ ഈ ഭാഗ്യമില്ലാത്ത ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. യുധിഷ്ഠിരോവാച കിന്നാചരിതം ശ്രേയോ ന വേദാഹമധീശ്വര യോഗേശ്വരാണാം ദുർദശോ എന്നോ ദൃഷ്ടകുമേധസാം. ശ്ലോകം 12. ഇതി വൈ വാർഷികാൻ മാസാൻ രാജ്ഞാസോഭ്യർത്ഥിത സുഖം ജനയൻ നയനാനന്ദം ഇന്ദ്രപ്രസ്ഥൗകസാം വിഭോ. ഇതി വൈ വാർഷികാൻ മാസാൻ രാജ്ഞാ സഹ അഭ്യർത്ഥിത സുഖം. ഇത് ഇപ്രകാരം രാജാവിനാൽ അഭ്യർത്ഥിത ആദരപൂർവം പ്രാർത്ഥിക്കപ്പെട്ട സഹാബിഭു ആ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥൗകസ ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുന്നവർക്ക് നയനാനന്ദം നേത്രങ്ങൾക്ക് പരമാനന്ദത്തെ ജനിപ്പിക്കുന്നവനായി സുഖമാകും വണ്ണം വാർഷികാൻ മാസം മഴയുള്ള മാസങ്ങളിൽ അവിടെ വസിച്ചു. 4 മാസം മഴക്കാലമാണ്. ആ 4 മാസവും ഭഗവാൻ അവരുടെ അഭ്യർത്ഥന പ്രകാരം അവിടെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിൽ തന്നെ താമസിച്ചു. ഇതി വൈ വാർഷികാൻ മാസാൻ രാജ്ഞാസോഭ്യർത്ഥിത സുഖം ജനയൻ നയനാനന്ദം ഇന്ദ്രപ്രസ്ഥൗകസാം വിഭോ. ശ്ലോകം 13. ഏകദാ രഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം തനുരാധായ തൂണൗ ചാക്ഷയസായകൗ. ശ്ലോകം 14. സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാള മൃഗാകീർണം പ്രാവിശത് പരവീരഹ. അതാദ്യം വരും. ഏകത പരവീരഹ. ഏകത ഒരിക്കൽ, പരവീരഹ ശത്രുവീരന്മാരെ ഹനിക്കുന്നവനായ വിജയ. അത് 1ാമത്തെ ലൈനിൽ. ഏകത രഥമാരൂഹ്യ വിജയ. അർജുനൻ വാനരധ്വജം ഹനുമാന്റെ അടയാളമുള്ള കൊടിയോടുകൂടിയ രഥത്തിൽ ആരൂഹ്യ കയറിയിട്ട് ഗാണ്ഡീവം എന്ന ധനുഹു വില്ലിനെയും അക്ഷസായകവും ക്ഷയിക്കാത്ത ബാണങ്ങളോടുകൂടിയ തൂണവും 2 ആവനാഴികളെയും ആദായ എടുത്തിട്ട്
അടുത്ത ശ്ലോകത്തിലാണ്. സാകം കൃഷ്ണേന സന്നദ്ധക കവചം ഇട്ട് മുറുക്കിയവനായി കൃഷ്ണേന സാകം കൃഷ്ണനോടുകൂടി വിഹരിക്കാനായിക്കൊണ്ട് നായാട്ടിനായിക്കൊണ്ട് ബഹുവ്യാളം മൃഗാകീർണം അനേകം വ്യാളം തുടങ്ങിയ മൃഗങ്ങൾ. വ്യാളം എന്ന് പറഞ്ഞാൽ പുലിയേക്കാൾ ഭയങ്കരമായ ഒരു ജാതി കാട്ടുമൃഗത്തെയാണ് വ്യാളം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വ്യാളം തുടങ്ങിയ മൃഗങ്ങൾ നിറഞ്ഞ വിപിനം ഘോരമായ വനം കാടിനെ പ്രവേശിച്ചു. അപ്പോൾ ഒരു ദിവസം നായാട്ടിനായി അർജുനനും കൃഷ്ണനും രഥത്തിൽ കയറി നായാട്ടിനായി പുറപ്പെട്ടു. ഏകദാരഥമാരൂഹ്യ വിജയോവാനരധ്വജം ഗാണ്ഡീവം തനുരാധായ തൂണൗച്ച അക്ഷയസായകൗ സാകം കൃഷ്ണേന സന്നദ്ധോ വികർത്തും വിപിനം വനം ബഹുവ്യാള മൃഗാകീർണം പ്രാവിശദ്വീര പരവീരഃ. ശ്ലോകം 15. തത്രാവിധ്യ ശരൈർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയാൻ ഖഡ്ഗാൻ പരിണാൻ ശശശല്ലകാൻ. തത്ര ആവിധ്യ ശരൈർ വ്യാഘ്രാൻ. തത്ര അവിടെ ശരൈ ബാണങ്ങൾ കൊണ്ട് വ്യാഘ്രാൻ പുലികളെയും സൂകരാൻ പന്നികളെയും മഹിഷാൻ കാട്ടുപോത്തുകളെയും രുരൂൻ എന്ന് വെച്ചാൽ ഒരുമാതിരി മാനാണ്, ശരഭാൻ 8 അടി മാന്, ഗവയാൻ മറ്റൊരു വിധ മാന്, ഇതെല്ലാം കൂടെ ഖഡ്ഗാൻ വ്യാളങ്ങളെന്നു പേരായ ഒരുതരം മൃഗങ്ങളെയും ഹരിണാൻ സാധാരണ മാനുക്കളെയും ശശശല്ലകാൻ മുയലുകളെയും മുള്ളൻപന്നികളെയും അവർ ഖരിച്ചു. അപ്പോൾ അവര് നായാട്ടിന് പോയതാണ്. അവിടെ കണ്ട മൃഗങ്ങളെയെല്ലാം കൊന്നു, ചിലതിനെയൊക്കെ പിടിച്ചു. തത്രാവിധ്യശരൈർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരു ശരഭാൻ ഗവയാൻ ഖഡ്ഗാൻ ഹരിണാൻ ശശശല്ലകാൻ. ശ്ലോകം 16. താൻ നിന്നു കിങ്കരാരാജ്ഞേ മേധ്യാൻ പർവണ്യുപാഗതേ തൃത്പരീത പരിശ്രാന്തോ ബീഭത്സുർ യമുനാം അഗാത്. താൻ നിന്നു കിങ്കരാരാജ്ഞേ മേധ്യാൻ പർവണി ഉപാഗതേ തൃത്പരീത പരിശ്രാന്തക ബിഭത്സുഹു യമുന ആഗത്. ഉപാഗത അടുത്തിരിക്കുന്ന പർവണി അമാവാസി, അടുത്ത് വന്നിരിക്കുന്ന വാവ് നാൾ, പർവ്വം എന്ന് വെച്ചാൽ വാവ് നാൾ മേധ്യാൻ പരിശുദ്ധങ്ങളായ താൻ അവയെ യജിക്കാനായിക്കൊണ്ട്. അപ്പം അടുത്ത് അമാവാസി യാഗം വരെയാണ്. അപ്പം അതിൽ കുറെ പശുക്കളൊക്കെ വേണം. അപ്പം അതിനു വേണ്ടി രാജാവിനായിക്കൊണ്ട് യുധിഷ്ഠിരനായിക്കൊണ്ട് കിങ്കരക ഭൃത്യന്മാർ നിന്നു നയിച്ചു. അപ്പം അടുത്ത യാഗത്തിന് വേണ്ടിയുള്ള യാഗപശുക്കളെ കുറെ മൃഗങ്ങളെ എല്ലാം ഭൃത്യന്മാർ വഴി യുധിഷ്ഠിരന്റെ അടുത്തേക്ക് കൊടുത്തയച്ചു. ബീഭത്സുഹു അർജുനൻ തൃപ്പരീത ദാഹത്താൽ വ്യാപിക്കപ്പെട്ടവനായി പരിശ്രാന്തക തളർന്നവനായി യദൂനാം അഗാദ് അല്ല യമുനാം അഗാദ്. അപ്പൊ അങ്ങനെ വേട്ടയാടിയ മൃഗങ്ങളെല്ലാം യുധിഷ്ഠിരന് കൊടുത്തയച്ചപ്പോൾ കുറെ വേട്ടയാടി കഴിഞ്ഞ് അവർക്ക് ദാഹം തോന്നി. അപ്പൊ അവര് യമുനയുടെ അടുത്തേക്ക് വെള്ളം കുടിക്കാനായി പോയി. താൻ നിന്നു കിങ്കരാരാജ്ഞേ മേധ്യാൻ പർവണ്യുപാഗതേ തൃത്പരീത പരിശ്രാന്തോ ബീഭത്സുർ യമുനാഗമാത്. യമുനാം ആഗാത്. അങ്ങനെ യമുനാ തീരത്ത് പ്രവേശിച്ചു. ശ്ലോകം 17. തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരിരഥ മഹാരഥൗ കൃഷ്ണൗ ദദൃശതു കന്യാം ചരന്തീം ചാരുദർശനം. എത്ര ഉപസ്പർശ്യ അതിൽ സ്പർശിച്ചിട്ട്. അപ്പൊ കാലന്തിയിൽ ഇറങ്ങി അവർ കൈകാലൊക്കെ കഴുകി ദേശകുത്തി വരുത്തി. മഹാരഥരായ കൃഷ്ണനും അർജുനനും. കൃഷ്ണവും എന്ന് വെച്ചാൽ 2 പേര്. ഇവിടെ കൃഷ്ണനും അർജുനനും വിശദം നിർമ്മലമായ വാരി ജലത്തെ പീത്വ കുടിച്ചിട്ട് ചാരുദർശന മനോഹരമായ ദർശനത്തോടു കൂടിയവളും ചരന്തിയും സഞ്ചരിക്കുന്നവളുമായ കന്യയെ ദദർശു. അപ്പൊ അവരവിടെ വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ തീർത്ത് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ വിശ്രമിക്കുമ്പോൾ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. 16 17 വായിക്കാം. താൻ നിന്നു കിങ്കര രാജ്ഞേ മേധ്യാൻ പർവണ്യുപാഗതേ
തൃപ്പരീത പരിശ്രാന്തോ ബീവത്സുർ അഗാത് തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരി മഹാരഥൗ കൃഷ്ണൗ ദദൃശതു കന്യാം ചരന്തീം ചാരുദർശനാം. ശ്ലോകം 18. തമാസാദ്യവരാരോഹാം സുദിജാം സുരാനനാം പപ്രച്ച പ്രേഷിത സഖ്യ ഫാൽഗുണപ്രമദോത്തമാം. താം ആസാദ്യ വരോരോഹാം സുദിജാം രുചിരാനനം. സുദിജാം മനോഹരമായ ദന്തത്തോടു കൂടിയവളും രുചിരാനനം മഞ്ജുളമായ മുഖത്തോടു കൂടിയവളുമായ താം വരാരോഹം. ആ സുന്ദരിയെ ആസാദ്യ പ്രാപിച്ചിട്ട് സഹാവായ കൃഷ്ണനാൽ പ്രേക്ഷിത ഉത്സാഹിക്കപ്പെട്ടവനായി ഫാൽഗുണ അർജുനൻ പ്രമോദോത്തമ സുന്ദരിയോട് പ്രവച്ച ചോദിച്ചു. അപ്പൊ കൃഷ്ണൻ പ്രേരിപ്പിച്ച് പറഞ്ഞയച്ചതാണ് അവൾ ആരാണെന്ന് ചെന്ന് അറിഞ്ഞുകൊണ്ട് വരാൻ. തമാസാദ്യ വരോരോഹാം സുദിജാം രുചിരാനനാം പപ്രച്ച പ്രേക്ഷിത സഖ്യാം ഫാൽഗുന പ്രമദോത്തമം. ശ്ലോകം 19. കാത്വം കന്യാസി സുശ്രവണി കുതോസി ചം കിം ചികീർഷസി മന്യേ ത്വാം പതിമിച്ഛന്തീം സർവം കഥയ ശോഭനേ. അപ്പോ കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് അർജുനൻ ആ സുന്ദരിയുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്. കാത്വം കന്യാസി ശുശ്രോണി. ഹേ സുന്ദരി, കാത്വം ത്വം കാ, നീ ആരാകുന്നു? കാ അസി, ഇനി കുതഹ അസി, എവിടെ നിന്ന് വരുന്നു? കിം ചികീർഷതി, നീ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ത്വാ, നിന്നെ പതിം ഭർത്താവിനെ ഇച്ഛന്തി, ആഗ്രഹിക്കുന്നവളായി മന്യെ ഞാൻ വിചാരിക്കൂ. നീ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണോ എന്ന് എനിക്ക് തോന്നി. ശോഭനെ സുന്ദരി, സർവം എല്ലാം കഥയ, എല്ലാം എന്നോട് നീ വിസ്തരിച്ച് പറയൂ എന്ന് അർജുനൻ ആ കാളിന്തിയോട് ചെന്ന് പറയുകയാണ്. ഇന്ന് നമുക്കിവിടെ നിർത്താം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.